നമുക്ക് ഹനുമാൻ ചാലീസയുടെ അടുത്ത ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. സൂക്ഷ്മരൂപധരി സിയഹിതിക്കാവ വികടരൂപധരി ലങ്കചരാവ. സീതാദേവിയുടെ മുമ്പിൽ നന്നേ ചെറിയ രൂപത്തിലാണ് അവിടുന്ന് ചെന്ന് നിന്നത്. പിന്നീട് അതിഭയങ്കരമായ ഒരു രൂപം ധരിച്ച് ലങ്കയെ മുഴുവനും ദഹിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഇതിൻ്റെ സാമാന്യമായ അർത്ഥം. ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ഹനുമാൻ ലങ്കയിൽ സീതാദേവിയുടെ മുന്നിൽ വളരെ ചെറിയ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ വലിയ ഈ ഭീമാകാരമായ രൂപം കണ്ടാൽ ദേവി ഭയപ്പെട്ടാലോ എന്നൊരു ഉത്കണ്ഠ ഹനുമാനുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സൗമ്യനായിട്ടാണ് ഭഗവാൻ സീതാദേവിയുടെ മുമ്പിൽ വന്ന് നിന്നത്. എന്നാൽ അധിക്ഷേപിക്കാനും പിടിച്ചുകെട്ടാനും വന്ന രാക്ഷസന്മാരുടെ മുമ്പിലാവട്ടെ ഉഗ്രമൂർത്തിയായിട്ടാണ് ഹനുമാൻ പോയത്. അവിടുത്തെ ആ ഘോരമായ രൂപം കണ്ടിട്ട് ലങ്കയാകെ ഭയന്ന് വിറച്ചിരുന്നു. ഇതാണ് ഹനുമാന്റെ മഹത്വം. എപ്പോഴാണ് ശാന്തനായിരിക്കേണ്ടത്, എപ്പോഴാണ് ക്രുദ്ധനാവേണ്ടത് എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു ഹനുമാന്. നമിക്കാനുള്ള നേരവും അറിയാം, അലറാനുള്ള നേരവും അറിയാം. ഇന്ന് നമ്മളിൽ ഏറെ പേർക്കും അറിഞ്ഞുകൂടാത്ത ഒന്നാണത്. പലപ്പോഴും ഗുരുക്കന്മാരോട് നമ്മൾ ധിക്കാരത്തോടെ പെരുമാറുന്നുണ്ട്. സ്വന്തം ദൗർലഭ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിസ്സഹായരായി തീരുന്നു. പക്ഷേ ഇതിന് വിപരീതമായാണ് ഹനുമാൻ നമുക്ക് കാട്ടിത്തരുന്ന പാഠം. ശ്രേഷ്ഠമായ എന്തിനേയും എളിമയോടെ സമീപിക്കുക, നികൃഷ്ടമായതിനെ ഒരു ദാക്ഷിണ്യവും കൂടാതെ നേരിടുക എന്നുള്ളതാണ്. സ്വന്തം ശക്തിയും വീര്യവും ഹനുമാൻ ഒരിക്കലും തൻ്റെ പ്രയോജനത്തിനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അവിടുത്തെ എല്ലാ പ്രവൃത്തികളും ശ്രീരാമസ്വാമിക്ക് വേണ്ടി മാത്രമായിരുന്നു. ശക്തിയുടെയും വിനയത്തിൻ്റെയും സമഞ്ജസമായ ലയനമാണ് നമ്മൾ ഹനുമാനിൽ കാണുന്നത്. അതീവ ഹൃദ്യമായ ആ സമന്വയം പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ്. അടുത്ത ശ്ലോകം നോക്കാം. ഭീമരൂപധരി അസുര സംഹാരേ രാമചന്ദ്രക്കെ കാജസംവാരേ. ഇതിൻ്റെ അർത്ഥം ഹനുമാൻ ഉഗ്രമായ രൂപം കൈകൊണ്ട് രാക്ഷസപ്പടയെ നശിപ്പിച്ച് ശ്രീരാമൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി എന്നാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ഹനുമാൻ എല്ലായ്പ്പോഴും ശാന്തനും സൗമ്യനുമായിരുന്നില്ല. ധർമ്മം പുലർത്താനായിട്ട് ഘോരരൂപം ധരിച്ച് പോരാടാനും തയ്യാറായിരുന്നു. ഭീകരമായ രൂപം കൊണ്ട് രാക്ഷസപ്പടയെ മുഴുവൻ കൊന്ന് ശ്രീരാമൻ്റെ ലങ്കാവിജയത്തിന് വഴിയൊരുക്കി. ഹനുമാൻ എത്രയോ യുദ്ധങ്ങൾ ചെയ്തു. ഒന്നും പകവീട്ടാനായിരുന്നില്ല, സ്വന്തം കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുമായിരുന്നില്ല. എല്ലാം ശ്രീരാമൻ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തനെ അറിയാനുള്ള അളവുകോൽ. എല്ലാ കർമ്മങ്ങളും അവ ഘോരമോ സൗമ്യമോ ആകട്ടെ, അത് ഭഗവാനുള്ള സമർപ്പണം മാത്രമാണ്. ഹനുമാന്റെ കൈകൊണ്ടുള്ള മരണം പോലും വാസ്തവത്തിൽ ആലോചിക്കുമ്പോൾ ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. കാരണം അധർമ്മത്തെ നശിപ്പിച്ച് ശാന്തി പുലർത്താൻ അത് ആവശ്യമായിരുന്നു. നമ്മുടെ കാര്യത്തിൽ അസുരന്മാർ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. കാമം, ക്രോധം, അസൂയ, അഹങ്കാരം മുതലായവ നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാരാണ്. ഹനുമാന്റെ ഉഗ്രമായ വീര്യമുണർന്ന് നമ്മുടെ ഉള്ളിലുള്ള ഈ ദുഷ്ടപ്രവണതകളെ എരിയിച്ചു കളയാനാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഈശ്വരൻ്റെ ദിവ്യ ചൈതന്യം നമ്മുടെ ജീവിതത്തിലും ഇപ്പോഴും പ്രതിഫലിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടെ നോക്കാം. ലായിസ ജീവന ലഗ്നജിയായി ശ്രീരഘുബീര ഹർഷിയുരലായേ. ഇതിൻ്റെ അർത്ഥം ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് ലക്ഷ്മണനെ പുനർജീവിപ്പിച്ചു. ശ്രീരാമൻ സന്തോഷത്തോടെ അവിടത്തെ ആലിംഗനം ചെയ്തു. യുദ്ധത്തിൽ ലക്ഷ്മണൻ മരിച്ചു വീണു. അതോടെ ശ്രീരാമൻ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായി. ഹനുമാൻ എന്ത് ചെയ്തു? ആകാശമാർഗെ കുതിച്ചു ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ആ പർവ്വതം തന്നെ പുഴക്കിയെടുത്ത് വേഗം യുദ്ധകളത്തിൽ എത്തി. ലക്ഷ്മണന്റെ ജീവൻ മാത്രമല്ല, ഈ വിധത്തിൽ ഹനുമാൻ രക്ഷിച്ചത് ശ്രീരാമചന്ദ്രൻ്റെ പ്രതീക്ഷകളെയും വാനര സൈന്യത്തിൻ്റെ വീര്യത്തെയും കൂടി ആയിരുന്നു. ഹനുമാന്റെ ആ അത്ഭുത കർമ്മത്തിൽ ശ്രീരാമൻ അങ്ങേയറ്റം സന്തുഷ്ടനായി, ആനന്ദപരവശനായി. അവിടുന്ന് ശ്രീ ഹനുമാനെ പ്രേമപൂർവ്വം ആശ്ലേഷിച്ചു. ഭഗവാൻ തന്നെ സ്വയം നെഞ്ചോട് ചേർക്കുക, അതിലും വലിയൊരു ഭാഗ്യം ഹനുമാന് സങ്കല്പിക്കാനാവുമോ? ഇവിടെ ഹനുമാൻ നമുക്ക് നൽകുന്ന സന്ദേശം അവസരോചിതമായി ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഏതൊരു കർമ്മവും വലിയൊരു ഈശ്വരാനുഗ്രഹത്തിന്
കാരണമാകുമെന്നാണ്. ഭഗവാൻ മനസ്സറിഞ്ഞ് ഭക്തനെ ആശ്ലേഷിച്ചു. നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുത്ത് തരുന്നതാണ് ഹനുമാൻ. വിഷമഘട്ടങ്ങളിൽ തളർന്ന് അവശസ്ഥിതിയിലാവുമ്പോൾ അവിടുന്ന് നമ്മുടെ മുറിവുകൾ ഉണക്കി തളർച്ച മാറ്റിത്തരുന്നു. ആപത്തുകളിൽ പെടുമ്പോൾ ഭയം അകറ്റി ധൈര്യം പകർന്നു തരുന്നു. ഹനുമാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് മനോബലം നേടാം. അവിടുത്തെ നാമസ്മരണയാൽ തന്നെ മനസ്സിൽ ധൈര്യവും പ്രതീക്ഷയുമെല്ലാം നമുക്ക് നിറയുന്നതാണ്. രഘുപതി കീം ഹി ബഹുത്ത് ബഡായി തുമു മമ പ്രിയ ഭരതഹി സമഭായി. ഇതിൻ്റെ അർത്ഥം, ശ്രീരാമൻ ഹനുമാനെ ഹൃദയപൂർവ്വം പ്രശംസിച്ചു. സ്വാമി പറഞ്ഞു, ഹനുമാൻ, അങ്ങ് എനിക്ക് ഭരതനോളം പ്രിയപ്പെട്ടവനാണ്. ഭഗവാൻ ഭക്തനോട് പറയുകയാണ്, നീ എനിക്ക് എൻ്റെ സഹോദരനോളം പ്രിയങ്കരനാണ്. സഹോദരനായിട്ടുള്ള ഭരതനോളം പ്രിയങ്കരനാണ്. ഇതിൽ കൂടുതൽ എന്ത് അനുഗ്രഹമാണ് ഭക്തന് ഭഗവാനിൽ നിന്ന് ലഭിക്കേണ്ടത്? ഹനുമാന്റെ ധീരകൃത്യങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞ ശ്രീരാമൻ തൻ്റെ ദാസനെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചു. ഹനുമാൻ തൻ്റെ കായബലം കൊണ്ട് മാത്രമല്ല ശ്രീരാമൻ്റെ പ്രശംസയ്ക്ക് പാത്രമായത്, അവിടുത്തെ ദൃഢഭക്തിയും നിഷ്കാമ സേവനവുമാണ് ഹനുമാന് മഹാപ്രഭുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിക്കൊടുത്തത്. തനിക്കായി ഒരു പേരും പെരുമയും ഹനുമാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ശ്രീരാമസേവയിൽ മാത്രമായിരുന്നു അവിടുത്തെ ശ്രദ്ധ. അതറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ വായുപുത്രനെ ആവോളം അനുഗ്രഹിച്ചു. സ്നേഹത്തോടു കൂടിയ സേവനത്തിൽ നമ്മൾ സ്വയം വിസ്മരിക്കുമ്പോൾ ഓർക്കാം, ഭഗവാൻ നമ്മളെ ഓർക്കുന്നുണ്ട്, തൻ്റെ മാറോടണച്ച് നമ്മളെ പിടിക്കുന്നുമുണ്ട്. സേവനത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായി ഹനുമാൻ നമ്മുടെ മുമ്പിൽ വിളങ്ങി നിൽക്കുന്നു. ഒരു സുഹൃത്തിനേക്കാൾ, വിശ്വസ്തനായ ഒരു സേവകനേക്കാൾ ഉപരിയായി ഹനുമാൻ ശ്രീരാമചന്ദ്രൻ്റെ സ്വന്തം ഒരു കുടുംബാംഗമായി തീർന്നിരിക്കുന്നു. അവർ തമ്മിലുള്ള ആത്മബന്ധം ജന്മത്തെക്കാളും രക്തത്തെക്കാളും അപ്പുറത്തുള്ളതായിരുന്നു.